ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്ന പോലെ ആ കുന്നിൻ്റെ ഇടതുഭാഗത്ത്, ആ കോട പതിച്ച് കിടക്കുന്ന കുന്നിൻ്റെ ആ ഇടതുഭാഗത്ത് ചേർന്നാണ് മുണ്ടക്കൈ എന്ന ഗ്രാമമുള്ളത്. ആ മുണ്ടക്കൈ എന്ന ഗ്രാമത്തിൽ നിന്ന് ഉരുൾപൊട്ടിയാണ് ഈ 3 കിലോമീറ്റർ അകലെയുള്ള ചൂരൽമല വരെ എത്തിയിരിക്കുന്നത്. ഈ ഭാഗങ്ങളിൽ ആദ്യം ഒരു റോഡുള്ളതാണ്. ഈ കാണുന്ന ഈ വെള്ളം ഒഴുകുന്ന സ്ഥലങ്ങളിൽ റോഡുള്ളതാണ്, ചെറിയ റോഡ്. ഈ റോഡൊന്നും ഇപ്പോൾ കാണാനില്ല. ഈ റോഡിൻ്റെ ഇരുഭാഗത്തുമായി നിരവധി വീടുകളുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിരവധി പേർ ഇപ്പോഴും മണ്ണിനടിയിൽ ഉണ്ട്, അല്ലെങ്കിൽ ഈ സ്ഥലങ്ങളിലൊക്കെ വീടുള്ളവർ രക്ഷപ്പെട്ടോ എന്ന് നമ്മൾ പ്രദേശവാസികളോട് ചോദിച്ചപ്പോൾ ആരും തന്നെ രക്ഷപ്പെട്ടിട്ടില്ല എന്നാണ് ഇവർ നൽകുന്ന വിവരം. അങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള നിരവധി പറഞ്ഞ വാക്കുകളിൽ അറിയിക്കാൻ പറ്റാത്ത നിരവധി കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഈ മഴവെള്ളം കുത്തി ഒലിച്ച് വന്ന സമയത്തുള്ള ദൃശ്യങ്ങളാണ്. വൻ മരങ്ങളുണ്ട്, കടവഴി കിടക്കുന്ന വീടിൻ്റെ അവസ്ഥ നമുക്ക് കാണാം. വീടിൻ്റെ മേൽഭാഗത്ത് കയറി നിന്നവരെയൊക്കെ ആർമി വന്ന് പിറ്റേ ദിവസം രക്ഷപ്പെടുത്തിയെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ഒരു ഗ്രാമമാകെ ഉഴുതു മറച്ച നിലയിലാണ് നമ്മൾക്കിപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത്. വീട് കണ്ടില്ല നിങ്ങളെ, അതിൻ്റെ മുകളിൽ 21 പേരാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഈ ചുറ്റുവട്ടത്തുള്ള ആളുകളെല്ലാം തന്നെ അതിൻ്റെ മുകളിലേക്ക് കയറി നിന്നതുകൊണ്ട് അവർക്ക് രാവിലെ സൈന്യം വന്ന് രക്ഷപ്പെടുത്താൻ കഴിയും. അതുപോലെ ഈ വീട്ടിൽ 7 പേരുണ്ടായിരുന്നു, അവരെയും ഇതേ ലെവലിൽ. ബാക്കി ഏകദേശം ഈ ഭാഗത്തുള്ള എല്ലാ ടീമുകളും ആ സമയത്ത് മുകളിലേക്ക് കയറാൻ പറ്റിയ കുറച്ച് പേര് കയറി, ബാക്കി എല്ലാവരും ഈ സ്ഥലങ്ങളിലൊക്കെ വീടുകൾ ഉണ്ടായിരുന്നതാണോ? അതെ, ഫുള്ള് വീടുകളായിരുന്നു. 3 ഭാഗത്തേക്ക്. ചേട്ടാ ഇന്നാണോ അത്? ഇന്നാണ് സാധനം എടുക്കാൻ അന്ന് നേരത്തെ മാറിയോ? മഴയെ പേടിച്ചിട്ട് അടുത്ത വീട്ടിൽ വെച്ചിട്ട് പോയതാണ് സാധനം. അപ്പോൾ ആ വീട് സേഫ്റ്റിയാണ്, ചെറിയ വീടാണ്, അതിലേക്കൊന്നും സംഭവിച്ചിട്ടില്ല. അതിന് കുറച്ച് ആധാരങ്ങളും ഐഡന്റിറ്റി കാർഡുകളും. ഈ ഭാഗങ്ങളൊക്കെ ഒരുപാട് വീടുകളാണോ? ഒരുപാട് വീടുകളാണ്. ഈ റോഡിന്റെ 2 പൊളിയും ഒരേ വീടുകൾ, ഒരേമാതിരി വീടാണ് നിരന്നിട്ട്. ഈ സ്ഥലങ്ങളിലുള്ള ആളുകളൊക്കെ മരിച്ച ആളുകളൊക്കെ കിട്ടിയിട്ടില്ല. നമ്മളെ അയൽവാസികൾ തന്നെ ഇവിടെ 40 പേര് പോയി, 3 ആളെ കിട്ടിയിട്ടുള്ളൂ ഈ ഭാഗത്തുനിന്ന്. നമുക്ക് ഈ ദൃശ്യം കാണാൻ സാധിക്കും. ആ ഭാഗത്ത് ഒരു ചെറിയ പുഴയാണ്. ആ പുഴയിൽ നിന്ന് ഈ പുഴ സൈഡിലുള്ള ആളുകളൊക്കെ വന്ന് ഈ വീടിൽ കയറി നിൽക്കുന്ന 21ഓളം പേര് ഈ വീട്ടിൽ കയറി നിന്ന് അവർ രക്ഷപ്പെട്ടിട്ടുണ്ട്. പിന്നെ നിരവധി പേർ ഈ ഭാഗങ്ങളിലൊക്കെ നിരവധി പേരെ ഇനിയും കാണാനുണ്ടെന്നാണ് ഇപ്പോൾ പ്രദേശവാസികൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇവരുടെ വിലപ്പെട്ട രേഖകളൊക്കെ എടുക്കാനാണ് ഈ 2 ദിവസത്തിന് ശേഷം ഈ ഭാഗങ്ങളിലേക്ക് വന്നപ്പോൾ ആകെ അവർ അന്ന് കണ്ടതിനെ കാട്ടി അത് രാത്രിയിലായതുകൊണ്ട് രക്ഷപ്പെട്ടു പോയി. പക്ഷേ ഈ പകൽ സമയത്ത് വന്നപ്പോഴാണ് എന്താണ് ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി എന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. നിരവധി പേരാണ് ഇപ്പോഴും ഈ മണ്ണിനടിയിൽ ഉള്ളതെന്നാണ് ഇവർ നൽകുന്ന വിവരം. രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. JCB ഹിറ്റാച്ചുകൾ ഉപയോഗിച്ച് വ്യാപകമായുള്ള തിരച്ചിലും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ രക്ഷാ ദൗത്യം ഊർജിതമായി തന്നെ പുരോഗമിക്കുന്നുണ്ട്.